ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു DIY ഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വേണ്ടത് ആദ്യം ഒരു കാർഡ്ബോർഡ് ഷീറ്റാണ്, പിന്നെ കുറച്ച് തെർമോക്കോൾ പീസസും. ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ തെർമോക്കോൾ പീസസ് നമുക്ക് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ തെർമോക്കോൾ പീസസ് ഉള്ളതിനെ കൊണ്ടാണ് ഇതെടുത്തത്. ഇനിയിപ്പോൾ തെർമോക്കോൾ പീസിന് പകരം നിങ്ങൾക്ക് കാർഡ്ബോർഡ് ഷീറ്റ് വേണമെങ്കിൽ അത് ഒരേ അളവിലുള്ള 3-4 പീസ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തിക്കായിട്ട് തന്നെ കിട്ടും. നമ്മൾ കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്സ് പോലെയാണല്ലോ ചെയ്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് റൂഫ് ടോപ്പ് നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ ചെരിച്ചിട്ടാണ് ഒരു പീസ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അത് ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ മേലെ ഇതുപോലത്തെ പീസസ് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം പോയിൻ്റൊക്കെ. ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ നിങ്ങൾ എടുക്കുന്ന കാർഡ്ബോർഡ് പീസിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബാക്ക് സൈഡിൽ ഗമ്മ തേച്ചിട്ട് ബോർഡിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിത് അവിടെ അതുപോലെ തന്നെ 3 പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഓരോ പീസും ഒട്ടിച്ചു കൊടുക്കാൻ. എന്നാലേ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് ഒരു നല്ല ഭംഗിയിൽ നിൽക്കുകയുള്ളൂ. ഇനി നമ്മൾ ഇതുപോലത്തെ കുഞ്ഞ് കാർഡ്ബോർഡ് പീസസ് എടുത്തിട്ട് നമുക്ക് റൂഫ് സെറ്റ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പീസസ് കട്ട് ചെയ്ത് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. കണ്ടില്ലേ, നമ്മൾ കുറച്ച് പുറത്തേക്ക് ആക്കി ഒട്ടിച്ചാലേ ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ റൂഫും ഒട്ടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇപ്പം നമ്മൾ റൂഫൊക്കെ സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് സെൻറ്ററിൽ ഇതേപോലെ ഒരു തെർമോക്കോൾ പീസ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മൊത്തത്തിൽ ഇത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗമ്മും വാട്ടറും യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കഴിഞ്ഞു. താഴത്തെ പാർട്ട് ഒട്ടിച്ചു കൊടുക്കാൻ നമ്മൾ കുറച്ചും കൂടെ കട്ടിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. കുറച്ച് ചുളിവുകൾ ഇട്ടിട്ട് ഒട്ടിക്കണം. ഇനി നമുക്കിത് കളർ ചെയ്യാൻ തുടങ്ങാം. ഏതൊക്കെ കളർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ബിൽഡിങ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് റൂഫ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പെയിൻറ്റിംഗ് ഒക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മേലേക്ക് കുറച്ച് വിൻഡോസ് വരച്ചു കൊടുക്കുകയാണ്. മാർക്കർ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് മാർക്കർ യൂസ് ചെയ്തെന്നുള്ളൂ. ഇനി നമുക്ക് വിൻഡോസിൻ്റെ ഉള്ളിലൊക്കെ വൈറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. വൈറ്റ് ചെയ്തതിന് ശേഷം ഇനി ഒരു ഗ്ലാസ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കവിടെ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വിൻഡോസൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കുറച്ച് നേരിയ കാർഡ്ബോർഡ് പീസസ് എടുത്തിട്ട് ഡോറ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒട്ടിച്ച് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ വിൻഡോ ചെയ്ത പോലെ ചെയ്താലും മതി, പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് കുറച്ചും കൂടെ ഫിനിഷിങ് ഇങ്ങനെ തോന്നിയതിനെ കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ചെറുതായിട്ടൊരു ഡോർ ലോക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ കീ ഹാങ്ങർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി ഹൂക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ പിന്നാണ് എടുത്തിട്ടുള്ളത്, പേപ്പർ പിന്ന്. നമുക്കത് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എനിക്കിവിടെ ഏകദേശം മാച്ചിങ് കിട്ടിയതിനെ കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തതാണ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ പണി. ഇനി നമ്മൾ പിന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് ഫെവിക്കോളും കൂടെ ആക്കി കൊടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇനി ബാക്ക് സൈഡിൽ ഞാൻ പിന്നിൻ്റെ ഷാർപ്പ് എഡ്ജസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ക്ലേൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലേ ഇല്ലെങ്കിൽ ഇറേസർ എങ്ങാനും കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മൾ കീ ഹാങ്ങർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആരും കീസൊന്നും എവിടെയാണ് വെച്ചതെന്ന് ആലോചിച്ച് തപ്പി നടക്കേണ്ട. അതിന് പകരം നമ്മൾ വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ ഒരു കീ ഹാങ്ങർ വീട്ടിലുണ്ടാക്കി വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.